കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. കൃപയാൽ 53-ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ ഒരുമിച്ച് വന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വിശ്വസ്തതയോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ ഓർപ്പിച്ചതുപോലെ ഈ ബൈബിൾ സ്റ്റഡി പരമ്പരയുടെ DVD-കൾ ഇപ്പോൾ അവൈലബിളാണ്. നിങ്ങൾക്കാർക്കെങ്കിലും അത് വാങ്ങുവാൻ താല്പര്യമുണ്ടെങ്കിൽ ഹാർവസ്റ്റ് ചാനലുമായി നിങ്ങൾ ബന്ധപ്പെടുവാൻ വിശേഷാൽ നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവജനത്തിനും എൻ്റെ നന്ദിയെ കർത്തൃനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന ഞങ്ങൾ ക്ഷണിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ ഈ പഠനത്തിൽ നമ്മൾ 20-ാം അധ്യായത്തിൽ വന്നിരിക്കുകയാണ്. 20-ാം അധ്യായത്തിൽ എഫെസോസിൽ നിന്ന് ശുശ്രൂഷ കഴിഞ്ഞ് പോയ പൗലോസ് തൻ്റെ യാത്രയിൽ മിലത്തോസിലെത്തി എഫെസോസിലെ മൂപ്പന്മാരെ താൻ മിലത്തോസിലേക്ക് ക്ഷണിച്ചു. അവരവിടെ വന്നപ്പോൾ താൻ അവരുമായി സംസാരിക്കുന്ന പ്രഭാഷണം നമ്മൾ ചിന്തിച്ചു വരികയാണ്. അത് വളരെ വിലപ്പെട്ടതാകിയാൽ നമ്മൾ ചില എപ്പിസോഡുകൾ ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം 1-2 എപ്പിസോഡെങ്കിലും നമ്മൾ ചിന്തിച്ചു. മിലത്തോസിൽ നിന്ന് അവൻ എഫെസോസിലേക്ക് ആളയച്ച് സഭയിലെ മൂപ്പന്മാരെ വരുത്തി. മൂപ്പന്മാർ എന്ന ആ പ്രയോഗം നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. അതിനുശേഷം 18 മുതൽ 35 വരെയുള്ള വേദഭാഗമാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അതിൽ 18 മുതൽ 21 വരെയുള്ള വേദഭാഗം പൗലോസിൻ്റെ ഈ പ്രഭാഷണത്തിലെ ആദ്യത്തെ സെക്ഷനാണ്. അത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ച് തുടങ്ങിയിരുന്നു. അതുതന്നെ ഇന്നും ആദ്യമായി ധ്യാനിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. രണ്ടാമത്തെ സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള വാക്യവും 28 മുതൽ 35 വരെയുള്ള വാക്യമാണ് അതിൻ്റെ 3-ാമത്തെ സെക്ഷൻ. ആദ്യത്തെ സെക്ഷൻ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വാസ്തവത്തിൽ 3 വർഷത്തെ എഫെസോസിലുള്ള തൻ്റെ ശുശ്രൂഷയെ താൻ റിവ്യൂ ചെയ്യുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട 2 കാരണങ്ങളിൽ ആദ്യത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. തെസ്സലോനിക്കയിൽ ഇതുപോലെയുള്ള ഒരു റിവ്യൂ താൻ ചെയ്തിരുന്നു. ഞാൻ ആദ്യം ആ വേദഭാഗം 21 വരെ ഉള്ളത് ഞാനൊന്ന് വായിക്കാം. എന്നിട്ട് നിങ്ങൾ അറിയുന്നുവല്ലോ എന്നുള്ള ആ പ്രയോഗം ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ കൊണ്ടുവരാം. 18-ാം വാക്യം മുതൽ. അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസ്യയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും നിങ്ങളോടുകൂടെ എങ്ങനെ ഇരുന്നു എന്നും വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീട് തോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നില്ലയോ? യു നോ എന്ന ആ പ്രയോഗം 1 തെസ്സലോനിക്ക ലേഖനം 2:1, 5, 10, 11 എന്നീ വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. തെസ്സലോനിക്കക്കാരോട് പൗലോസ് ആ നിലയിൽ തൻ്റെ ശുശ്രൂഷയെ വിലയിരുത്തിക്കൊണ്ട് പറയാനൊരു കാരണമുണ്ട്. തെസ്സലോനിക്കയിലെ സഭ സ്ഥാപിച്ച ശേഷം സുവിശേഷ വിരോധികൾ തനിക്കെതിരെ പ്രയാസമുണ്ടാക്കിയപ്പോൾ അവിടം വിട്ട് തനിക്ക് പെട്ടെന്ന് പോകേണ്ടതായിട്ട് വന്നു. എന്നാൽ പെട്ടെന്ന് പോയ പൗലോസിന് മടങ്ങി അവിടെ എത്തുവാൻ കഴിയാതെ ഇരുന്നപ്പോൾ തൻ്റെ നല്ല പേരിന് കളങ്കം ചാർത്തുവാൻ ആളുകൾ ശ്രമിച്ചു. ആ പശ്ചാത്തലത്തിൽ തെസ്സലോനിക്ക സഭയോട്
എഴുതുമ്പോൾ താൻ ആ പ്രയോഗം ഉപയോഗിക്കുകയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. തൻ്റെ നല്ല പേരിനെ കളങ്കം ചാർത്തുവാൻ ശ്രമിക്കുന്നവരുടെ നടുവിൽ തൻ്റെ ജീവിതവും ശുശ്രൂഷയും അവരുടെ മുൻപിൽ വരച്ച് കാട്ടിയിട്ട് പറയുകയാണ്, നിങ്ങൾക്കെന്നെ അറിയാമല്ലോ. എഫെസോസിലെ മൂപ്പന്മാർ മിലത്തോസിൽ വന്നപ്പോൾ ഒരു പക്ഷെങ്കിൽ എഫെസോസിലും ഇതേ പ്രശ്നം ഉണ്ടാകുവാനാണ് സാധ്യത. താൻ എഫെസോസിൽ നിന്ന് പോയ ശേഷം തൻ്റെ ശുശ്രൂഷയും തൻ്റെ ജീവിതത്തെയും കളങ്കം ചാർത്തുവാൻ ശ്രമങ്ങൾ നടന്നു കാണുവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ വെളിച്ചത്തിലാവാം മൂപ്പന്മാരോട്, സഭാ അധ്യക്ഷന്മാരോട് താൻ പറയുന്നത്, നിങ്ങൾക്കെന്നെ അറിയാമല്ലോ. അതും 18-ാം വാക്യത്തിൽ ഇങ്ങനെയാണ്, അവർ അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവരോട് പറഞ്ഞത്, ഞാൻ ആസിയിൽ വന്ന 1-ാം നാൾ മുതൽ എല്ലായ്പ്പോഴും, ആ പ്രയോഗങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, നിങ്ങളോട് കൂടെ എങ്ങനെ ഇരുന്നു എന്നും 24 മണിക്കൂറും അവർ പൗലോസിനെ ശ്രദ്ധിച്ചു. തൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചു, തൻ്റെ ജീവിതം അവർ ശ്രദ്ധിച്ചു. തൻ്റെ ലൈഫ് മിനിസ്ട്രിയും അവരുടെ മുൻപിൽ ട്രാൻസ്പെറൻ്റ് ആയിരുന്നു. ആരെന്തോ പറഞ്ഞാലും നിങ്ങൾക്കെന്നെ അറിയാമല്ലോ, എൻ്റെ ശുശ്രൂഷ അറിയാമല്ലോ. അപ്പോൾ ശത്രു ചിലരെ കരങ്ങളിലെടുത്ത് തന്നെ അവിടെ മോശമായി ചിത്രീകരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അതിനെ ഖണ്ഡിക്കുവാനായി താൻ ഈ പ്രയോഗം ഉപയോഗിച്ചതാകുവാൻ സാധ്യതയുണ്ട്. മറ്റൊരു ചിന്ത, എഫെസോസിലുള്ള മൂപ്പന്മാരോട് ഗൗരവമേറിയ കാര്യങ്ങൾ താൻ ഇനി പറയുവാൻ പോകുകയാണ്. അപ്പോൾ അതിനു മുൻപ് താൻ തന്നെ തൻ്റെ ആ എക്സാമ്പിൾ കൊണ്ട് ഒന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യുവാൻ ഒരു ശ്രമം കൂടെ നടത്തുകയാണ്. തനിക്ക് ലൈഫും മിനിസ്ട്രിയും ഒരുപോലെയാണ് പോയത്. 24 മണിക്കൂറും നിങ്ങൾ എന്നെ ഒബ്സർവ് ചെയ്തു, എൻ്റെ ശുശ്രൂഷയും അറിയാം, ജീവിതവും അറിയാം. ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തിരിച്ച് തന്നെക്കുറിച്ച് ഒരു കാര്യവും പറയാനില്ല. തൻ്റെ ലൈഫ്, തൻ്റെ മിനിസ്ട്രിയെ ബാക്ക് ചെയ്യുകയാണ്. അതൊരു വലിയ എക്സാമ്പിളായി അവരുടെ മുൻപിൽ താൻ വയ്ക്കുകയാണ്. എന്നിട്ട് ഗൗരവമേറിയ കാര്യങ്ങൾ താൻ പറയുവാൻ പോവുകയാണ്. അവർക്കൊരു കാരണവശാലും താൻ പറയുന്ന കാര്യങ്ങൾ റിജക്റ്റ് ചെയ്യാൻ കഴിയത്തില്ല. കാരണം അവരുടെ മുൻപിൽ താൻ ജീവിച്ച് കാണിച്ചു. ഒരു നല്ല മാതൃക തനിക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് താൻ ആ മാതൃക എടുത്തു പറഞ്ഞ് നിങ്ങൾക്കറിയാമല്ലോ എന്ന് പറയുന്നത്. പലയിടങ്ങളിലും പൗലോസ് തൻ്റെ ലൈഫ് ആളുകളോട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ 1-ാം വാക്യത്തിൽ താൻ ഇങ്ങനെയാണ് പറയുന്നത്, ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികൾ ആകുവീൻ. ഇതുപോലെ തന്നെ ഫിലിപ്പ് ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ അവിടെയും അപ്പോസ്തലനായ പൗലോസ് ആളുകളെ തൻ്റെ ആ ജീവിതം കൊണ്ട് ചലഞ്ച് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, സഹോദരന്മാരെ നിങ്ങളെല്ലാവരും എന്നെ അനുകരിക്കുവീൻ, ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ച മാതൃക പ്രകാരം നടക്കുന്നവരെയും കുറിക്കൊള്ളുവീൻ. അപ്പം ഇവിടെ താൻ ചലഞ്ച് ചെയ്യുകയാണ്, തന്നെ ആളുകൾ അനുകരിക്കണം. പലപ്പോഴും കർത്തൃവേലയിലുള്ള ആളുകൾക്ക് പറയാനുള്ളത്, ഞങ്ങളെ അനുകരിക്കരുത്, എല്ലാവരും യേശുക്രിസ്തുവിനെ അനുകരിക്കണം. ആ പ്രയോഗം നല്ലതാണ്. അത് പലപ്പോഴും താഴ്മയുടെ ലക്ഷണമായിട്ടാണ് ആളുകൾ അത് അവതരിപ്പിക്കുന്നത്. എങ്കിലും അപ്പോസ്തലനായ പൗലോസ് വളരെ താഴ്മയുള്ള ഈ കർത്താവിൻ്റെ ദാസൻ പറയുന്നത്, ക്രിസ്തുവിനെ ഞാൻ അനുഗമിക്കുന്നത് പോലെ നിങ്ങൾ എന്നെ അനുഗമിക്കണം. അത് കർത്തൃവേലയിലായിരിക്കുന്ന നമ്മൾക്കെല്ലാവർക്കും അത് വലിയ ചലഞ്ചാണ്. മെസ്സേജും ലൈഫും ഒരുമിച്ച് പോകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും പ്രസംഗിക്കുവാൻ കഴിയും, പക്ഷേ പറയുന്ന വചനങ്ങളെ ലൈഫ് കൊണ്ട് ബാക്ക് ചെയ്യണം. ഇത് ദൈവം ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ അനേക കാര്യങ്ങൾ ആ 3 വർഷത്തെ തൻ്റെ മിനിസ്ട്രിയെ വിലയിരുത്തി അങ്ങോട്ട് പറഞ്ഞ ശേഷം പറയുക,
നിങ്ങൾക്കിതറിയാമല്ലോ. ഹിസ് ലൈഫ് ആൻഡ് മിനിസ്ട്രി വാസ് ഗോയിങ് ടുഗെദർ. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമ്പോൾ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശിഷ്യന്മാരെ വിളിക്കുമ്പോൾ ശിഷ്യന്മാരോട് പറയുന്നത്, എന്നെ അനുഗമിക്കുക. വചനം ജഡമായി തീർന്നു. അവരുടെ മുൻപിൽ കർത്താവ് പ്രസംഗം മാത്രമല്ല, കർത്താവിൻ്റെ ലൈഫ് അവർക്ക് കാണാം. ഇത് തന്നെയാണ് കർത്താവ് ഒരു ശുശ്രൂഷകനിലും പ്രതീക്ഷിക്കുന്നത്. പൗലോസ് അപ്രകാരമുള്ള ഒരു കർത്തൃദാസനായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ട് തന്നോട് കൂടെ പ്രവർത്തിച്ച ആ ഇടയന്മാർ, പാസ്റ്റേഴ്സ് എഫെസോസിൽ നിന്ന് വരുമ്പോൾ അവരോട് ഈ കാര്യം പറയുമ്പോൾ അവർക്ക് യാതൊരു കാര്യവും ഒബ്ജക്ഷൻ ഇല്ല എന്ന് നമുക്ക് കാണുവാൻ കഴിയും. 19-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തൻ്റെ ശുശ്രൂഷയെ താൻ എങ്ങനെയാണ് അവരുടെ മുൻപിൽ അവതരിപ്പിച്ചത്? വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വയ്ക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും. ആ 20 വരെയുള്ള വാക്യത്തിൽ തൻ്റെ ശുശ്രൂഷ കർത്താവിനെ സേവിക്കുകയായിരുന്നു. 3 വർഷത്തെ തൻ്റെ മിനിസ്ട്രിയെ വിലയിരുത്തുകയാണ്. ആ വിലയിരുത്തിയ ശേഷം നിങ്ങൾക്കിതറിയാമല്ലോ. അതങ്ങനെ പറയാൻ കാരണമെന്താണെന്ന് ഞാൻ 2 കാരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. ഇനി നമ്മളതൊന്ന് എലാബറേറ്റായിട്ടൊന്ന് പഠിക്കുകയാണ്. കർത്താവിൻ്റെ വേലയെ താൻ കാണുന്നത് കർത്താവിനെ സേവിക്കുകയാണ്, സെർവിങ് ഗോഡ്. അവിടെ ഡൂലിയോ എന്നൊരു പ്രയോഗമാണ്. ആ പ്രയോഗമാണ് ഡൂലോസ് എന്ന പ്രയോഗത്തിൻ്റെ ക്രിയാപദം. ഡൂലോസ് എന്ന പ്രയോഗം ദൈവമൊക്കെ അറിയാം. ബോൺ സെർവൻറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം. പൗലോസ് തന്നെക്കുറിച്ച് ഒരു ബോൺ സ്ലേവായിട്ട് പലയിടത്തും താൻ ലേഖനങ്ങളിൽ പറയുന്നത് നമുക്ക് കാണുവാൻ കഴിയും. യേശുക്രിസ്തുവിൻ്റെ മാതൃക അതുതന്നെയായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വരുമ്പോൾ 10-ാം അധ്യായത്തിൻ്റെ 45-ാം വാക്യത്തിൽ, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. ഈ സെയിം മനോഭാവമായിരുന്നു പൗലോസിനുണ്ടായത്. ഹി വാസ് സെർവിങ് ഗോഡ്. ഒരു എക്സിക്യൂട്ടീവിൻ്റെ ഒരു മനോഭാവം അപ്പോസ്തലനായ പൗലോസിനില്ലായിരുന്നു. കർത്തൃ ശുശ്രൂഷയിലായിരിക്കുന്നവരുടെ മനോഭാവം എന്തായിരിക്കണം? ഇറ്റ് ഈസ് ടു സെർവ് ഗോഡ്. ദൈവത്തെ എങ്ങനെയാണ് സേവിക്കുന്നത്? ഇറ്റ്സ് ബൈ സെർവിങ് പീപ്പിൾ. എഫെസോസിലുള്ള ജനത്തെ താൻ ശുശ്രൂഷിക്കുകയായിരുന്നു. അല്ലാതെ ജനമെല്ലാം എന്നെ ശുശ്രൂഷിക്കണം എന്നുള്ളൊരു ഭാവം തനിക്കില്ലായിരുന്നു. വാസ്തവത്തിൽ ഈ ലീഡർഷിപ്പ് കോൺഫറൻസിൽ താൻ പറയുന്ന കാര്യങ്ങൾ ഈ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. അനേക ദൈവദാസന്മാർക്ക്, ആ പ്രയോഗം തന്നെ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് തങ്ങൾ എക്സിക്യൂട്ടീവ്സാണ്, ആളുകൾ തങ്ങളെ പ്രത്യേക നിലയിൽ കരുതണമെന്നും സേവിക്കണമെന്നും ആഗ്രഹിക്കുകയും അതനുസരിച്ച് പെരുമാറുകയും ചെയ്യുന്നവരുണ്ട്. പ്രത്യേക ടൈറ്റിലുകളിൽ തങ്ങളെ വിളിച്ചില്ലെങ്കിൽ വളരെയധികം വേദനകളുള്ള ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവത്തിൻ്റെ ദാസനാണ്, സെർവിങ് ഗോഡ്. ഈ മാതൃകയാണ് യേശുക്രിസ്തു വെച്ച മാതൃക. ക്രിസ്തുവിൻ്റെ ആത്മാവിൽ കർത്തൃവേല ചെയ്യുന്നവർക്ക് ഈ മനോഭാവമാണ് ഉണ്ടാകേണ്ടത്, സെർവിങ് ഗോഡ്. അർഹതപ്പെട്ടിട്ടല്ല കർത്താവിൻ്റെ വേലയ്ക്ക് ആരെയും ദൈവം വിളിക്കുന്നത്. നമുക്ക് ഒരു ക്വാളിഫിക്കേഷനും പറയാനില്ല. കൃപയാൽ ദൈവം തിരഞ്ഞെടുക്കുകയാണ്, വിശ്വസ്തരെ നെണ്ണി അങ്ങ് തിരഞ്ഞെടുക്കുകയാണ്. നിങ്ങൾ നോക്കുകയും 20-ാം അധ്യായത്തിൻ്റെ 33-ാം വാക്യം വായിക്കുമ്പോൾ, ആരുടെയും വെള്ളിയോ പൊന്നോ
വസ്ത്രമോ ഞാൻ മോഹിച്ചിട്ടില്ല. ഇത് പിന്നീട് നമുക്ക് ചിന്തിക്കാം. എങ്കിലും അദ്ദേഹം പണമുണ്ടാക്കാനല്ല ശുശ്രൂഷ ചെയ്തത്. അതുപോലെ തന്നെ 34-35 വാക്യങ്ങൾ വായിക്കുമ്പോൾ താൻ വാസ്തവത്തിൽ തൻ്റെ ഈ ജീവിതം, ഈ ലോക ജീവിതം എൻജോയ് ചെയ്യുവാൻ വേണ്ടിയല്ല താൻ കർത്താവിൻ്റെ വേലയിൽ വന്നത്. ഹി വാസ് സെർവിങ് ഗോഡ്. ഈ മനോഭാവം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്കത് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം. അതിനുള്ള കൃപ ദൈവം നമ്മുടെ മേൽ പകരട്ടെ. മൂപ്പന്മാരെ വിളിച്ച് താൻ പറയുകയാണ്, ഐ സെർവ് ദ ലോഡ്. കർത്താവിനെ സേവിച്ചു വന്നു. ഇതാണ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്. തൻ്റെ ശുശ്രൂഷ റിവ്യൂ ചെയ്യുമ്പോൾ തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് തനിക്ക് പറയുവാനുള്ളത്. അങ്ങനെ ഒരു ബോൺ സെർവൻ്റായി, ദൈവത്തിൻ്റെ ദാസനായി ശുശ്രൂഷിക്കുന്നയാളിൽ 2 മനോഭാവങ്ങൾ കണ്ടുവരും. അതാണ് താൻ ഇവിടെ 19 വാക്യത്തിൻ്റെ ആരംഭത്തിൽ പറയുന്നത്. വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു. അപ്പം കർത്താവിനെ സേവിക്കുന്നയാളിന് 1 താഴ്മയുണ്ടാകണം, 2 കഷ്ടമനുഭവിക്കുവാൻ തക്കവണ്ണം താൻ സമർപ്പിക്കപ്പെട്ടവനായിരിക്കണം. ഇവിടെ പൗലോസ് പറയുക, വളരെ താഴ്മയോടെയാണ് ഞാൻ കർത്താവിനെ സേവിച്ചത്. പൗലോസ് ആരാണ് ദൈവമക്കളെ? യേശുക്രിസ്തുവിനെ നേരിട്ട് കണ്ട മനുഷ്യൻ, അപ്പോസ്തോലിക ശുശ്രൂഷയ്ക്ക് നിയോഗിക്കപ്പെട്ട മനുഷ്യൻ, ധാരാളം സഭകൾ സ്ഥാപിച്ച മനുഷ്യൻ, 14 ലേഖനങ്ങളോളം പുതിയ നിയമത്തിന് സംഭാവന ചെയ്ത മനുഷ്യൻ, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട മനുഷ്യൻ. ഈ വലിയ മനുഷ്യൻ ശുശ്രൂഷിച്ചത് വെരി ഹംബിളി, ഇൻ ഹ്യൂമിലിറ്റി. ഇത് നമുക്കൊരു വലിയ പാഠമായിരിക്കട്ടെ. നിഗളിക്കുവാൻ കർത്തൃവേലയിൽ യാതൊരു നിലയിലും സാധ്യമല്ല. എന്ത് കണ്ട് നിഗളിക്കാനാണ്, എന്തോർത്ത് നിഗളിക്കാനാണ്? കൃപയാൽ തന്നതല്ലാതെ നമുക്കൊന്നും പറയുവാനില്ല. ദൈവവചനം പറയാൻ പ്രാഗൽഭ്യം തന്നെങ്കിൽ അത് കർത്താവിൻ്റെ ദാനമാണ്. ഏതെങ്കിലും വരങ്ങൾ തന്നെങ്കിൽ അതെല്ലാം കൃപാവരങ്ങളാണ്. ഒന്നും ആർക്കും നിഗളിക്കുവാനില്ല. ദർശനങ്ങൾ കണ്ടെങ്കിൽ അതും കൃപയാലാണ്. ഒന്നും ആർക്കും പറയാനില്ല. പൗലോസ് പറയുകയാണ്, ഐ സെർവ് ദ ലോർഡ് ഇൻ ഹ്യൂമിലിറ്റി. മറ്റൊന്ന്, താൻ കർത്താവിനെ സേവിച്ചത് കഷ്ടമനുഭവിക്കുവാനുള്ള സമർപ്പണത്തോടെയാണ്. തൻ്റെ പ്രസ്താവനകളിലും പത്രോസിൻ്റെ പ്രസ്താവനകളിലും നമുക്കിത് വായിക്കുവാൻ കഴിയും. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം ഞാനിവിടെ വായിക്കുകയാണ്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവൻ്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിട്ട് പോയിരിക്കുന്നു. തിമോത്തിയോസിന് പൗലോസ് എഴുതുമ്പോൾ താൻ ഇങ്ങനെയാണ് പറയുന്നത്. 2 തിമോത്തിയോസ് 3-ാം അധ്യായം അതിൻ്റെ 12-ാം വാക്യം, എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ മനസ്സുള്ളവർക്ക് എല്ലാം ഉപദ്രവം ഉണ്ടാകും. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ 14-ാം അധ്യായത്തിലേക്ക് നമ്മളത് ഇതിനോടകം ശ്രദ്ധിച്ചതാണ്. 14-ാം അധ്യായം അതിൻ്റെ 22-ാം വാക്യത്തിൽ വിശ്വാസത്തിൽ നിലനിൽക്കണമെന്നും അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകുന്നു. അവർ സ്ഥാപിച്ച സഭകളിൽ അവർ ഉപദേശിച്ചത് ഇതാണ്. കാരണം അവരുടെ ലൈഫ് കണ്ടാൽ അവർ ഈ ഉപദ്രവങ്ങളും കഷ്ടങ്ങളും ഒക്കെ സഹിച്ചവരാണ്. എങ്ങനെയാണ് കർത്താവിനെ സേവിച്ചത്? താഴ്മയോടും ഉപദ്രവങ്ങളും കഷ്ടതകളും സഹിച്ചാണ് കർത്താവിനെ സേവിച്ചത്. കർത്താവിൻ്റെ വേല എക്സിക്യൂട്ടീവ് വേലയല്ല. ആളുകൾ വന്ന് നമ്മളെ സേവിക്കണമെന്ന് ചിന്തിക്കുന്ന ആ ചിന്തയല്ല ദൈവവചനം വെളിപ്പെടുത്തുന്നത്.
എത്ര വലിയ അനുഭവങ്ങളുണ്ടെങ്കിലും താഴ്മയോടും കഷ്ടതകളുടെ നടുവിൽ ദൈവം ഏൽപ്പിച്ച വേല ഉപേക്ഷിക്കാതെ കഷ്ടതകളെ സഹിച്ചുകൊണ്ട് കർത്താവിനെ സേവിക്കുന്ന വേലയാണ് അപ്പോസ്തലനായ പൗലോസ് ദൈവവചനത്തിൽ പറയുന്നത്. താൻ തൻ്റെ ലൈഫിനെ കുറിച്ച് മൂപ്പന്മാരോട് പറയുമ്പോൾ മൂപ്പന്മാർ നേരിട്ടത് കണ്ടതാണ്. അവർക്ക് ഒന്നും സംശയമില്ല, ഒന്നും തിരിച്ചു പറയുവാനില്ല. കഷ്ടതകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ രണ്ട് നിലയിൽ നമുക്കത് ചിന്തിക്കുവാൻ കഴിയും. താൻ സഫർ ചെയ്ത രണ്ട് ഏരിയാസ്, ഒന്ന് കണ്ണീരോടും എന്നുള്ള പ്രയോഗത്തിൽ നിന്നും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകൾ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ. ഒന്ന് ഇൻറ്റേർണലാണ്. അവിടെ കണ്ണീരോട് കൂടെയുള്ള സഫറിങ് എന്ന് പറയുമ്പോൾ തൻ്റെ ഉള്ളിൽ അനേക കാര്യങ്ങൾ കണ്ട് തനിക്ക് വളരെ വേദനയുണ്ടായി. ഇൻറ്റേർണൽ സഫറിങ്ങിനെ സൂചിപ്പിക്കുന്ന ഒരു പ്രയോഗമാണ് കണ്ണീരോടും എന്നുള്ള പ്രയോഗം. മറ്റ് പല വാക്യങ്ങളുടെ ചേർത്ത് നമ്മൾ എടുത്താൽ റോമാലേഖനം 9-ാം അധ്യായം 2-3 വാക്യങ്ങളിൽ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളെ ഓർത്ത് അപ്പോസ്തലനായ പൗലോസ് ദുഃഖിച്ചതും കണ്ണുനീരോടെ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് പഠിക്കുവാൻ കഴിയും. 2 കൊരിന്ത്യർ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പാപം ചെയ്യുന്ന ക്രിസ്തീയ വിശ്വാസത്തിലുള്ളവരെ ഓർത്ത് തനിക്ക് കണ്ണീരിൻ്റെ അനുഭവമുണ്ടായതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 20:31, ഫിലിപ്പ് ലേഖനം 3:18 ഇത് വായിച്ചാൽ ദുരുപദേശക്കാരെ താൻ നേരിടുമ്പോൾ അത് ഓർത്ത് താൻ കണ്ണീരോടെ ആയിരിക്കുന്ന അനുഭവങ്ങൾ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് ഗ്രഹിക്കുവാൻ കഴിയും. അപ്പോൾ കണ്ണീരോടെ എന്ന് പറയുമ്പോൾ സഫറിങ്സിൽ തനിക്കുണ്ടായ ഇൻറ്റേർണലായി ആന്തരികമായ ആ അനുഭവമാണ്, ആ കഷ്ടതയാണ് അത് സൂചിപ്പിക്കുന്നത്. മറ്റ് അവിടെ പറയുന്നത് യഹൂദന്മാരാലുള്ള ആ കഷ്ടത, യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടും കൂടെ കർത്താവിനെ സേവിച്ചു വന്നു. യഹൂദന്മാരാൽ തൻ്റെ സ്വന്തം ജനത്തിൽ നിന്ന് തനിക്കുണ്ടായ കഷ്ടതകൾ എക്സ്റ്റേണൽ ട്രയൽസാണ്, എക്സ്റ്റേണൽ സഫറിംഗ് ആണ്. കണ്ണീരോടുകൂടെ എന്നുള്ളത് ഇൻറ്റേർണൽ സഫറിംഗ് ആയിരിക്കുമ്പോൾ യഹൂദന്മാർ തൻ്റെ സ്വന്തം ജാതീയ ആളുകളിൽ നിന്ന് തനിക്കുണ്ടായ പീഡനങ്ങൾ അത് എക്സ്റ്റേണൽ ഉപദ്രവങ്ങളാണ്. അതിൻ്റെ റെഫറൻസുകൾ ഞാൻ വേഗത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. എഴുതിയെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് നിങ്ങൾക്കത് എഴുതിയെടുക്കുവാൻ കഴിയും. അപ്പോസ്തലപ്രവൃത്തി 9:20-23 ശുശ്രൂഷയുടെ ആരംഭത്തിൽ യഹൂദന്മാരാൽ തനിക്ക് പീഡനം ഉണ്ടായി. 13-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം ഞാൻ പറയുന്നത് എല്ലാം അപ്പോസ്തല പ്രവൃത്തികളിൽ നിന്നാണ്. കള്ളപ്രവാചകനായിരിക്കുന്ന ബാർ യേശു ഒരു യഹൂദനാൻ, അദ്ദേഹത്തിൽ നിന്ന് തനിക്ക് ഉപദ്രവം ഉണ്ടായി. 13:45 പിസീദിയയിലെ അന്ത്യോക്യയിൽ യഹൂദന്മാരാൽ തനിക്ക് പ്രയാസം നേരിട്ടു. 14:2 ഇക്കോണിയത്തിൽ, 14:19 ലിസ്ട്രയിൽ, 17:5 മുതലുള്ള വാക്യങ്ങളിൽ തെസ്സലോനിക്കയിൽ, 18:6, 12 മുതൽ 13 വരെ ഉള്ള വാക്യങ്ങളിൽ കൊരിന്ത് പട്ടണത്തിൽ തനിക്ക് യഹൂദന്മാരാൽ പ്രയാസം നേരിട്ടു. 19:9 അത് എഫെസോസിലെ ഈ മൂപ്പന്മാർക്ക് നന്നായി അറിയാം. എഫെസോസിൽ തനിക്ക് പ്രയാസം ഉണ്ടായി. 20:3 വാക്യത്തിൽ ഈ യെരുശലേമിലേക്കുള്ള യാത്രയുടെ ആരംഭത്തിൽ തൻ്റെ ജീവനെതിരെ ഒരു ഭീഷണി യഹൂദന്മാരാൽ തനിക്കുണ്ടായി. കുറച്ചുകൂടെ നമ്മൾ മുന്നോട്ട് പഠിക്കുമ്പോൾ 21:27 മുതലുള്ള വാക്യവും 23:12 മുതലുള്ള വാക്യത്തിൽ യെരുശലേമിൽ താൻ എത്തിയപ്പോൾ യഹൂദന്മാരാൽ തനിക്ക് പീഡനമുണ്ടായി. അങ്ങനെ ഒരു നീണ്ട പട്ടികയാണ് യഹൂദന്മാരാലുള്ള പീഡനം. ഇങ്ങനെ 2 തരത്തിൽ കർത്താവിൻ്റെ വേലയിൽ താൻ സഫർ ചെയ്തു. ആന്തരികമായും ബാഹ്യമായും തനിക്ക് സഫറിങ്സ് ഉണ്ടായി എന്ന് ഈ 19 വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ താഴ്മയോടും കണ്ണീരോടും യഹൂദന്മാരുടെ കൂട്ടുകെട്ടുകളാൽ എനിക്കുണ്ടായ കഷ്ടങ്ങളോടുകൂടെ കർത്താവിനെ സേവിച്ചു വന്ന് എന്നും പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും. തൻ്റെ ശുശ്രൂഷ ദൈവമക്കൾ ശ്രദ്ധിക്കണം. ഈ കഷ്ടങ്ങളുടെ ആന്തരികവും ബാഹ്യമായ കഷ്ടങ്ങളുടെ നടുവിൽ താൻ ശുശ്രൂഷിച്ചത് എങ്ങനെയാണ്? പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ
പരസ്യമായും വീടുതോറും നിങ്ങളോട് അറിയിക്കുകയും ഉപദേശിക്കുകയും ചെയ്തു. പരസ്യമായി ശുശ്രൂഷിച്ചു. എഫെസോസിൽ ആദ്യത്തെ 3 മാസം യഹൂദന്മാരുടെ പള്ളിയിൽ താൻ ശുശ്രൂഷിച്ചു. അത് പരസ്യമായി അവരോട് ദൈവവചനം പറഞ്ഞു. അതിനുശേഷം തനിക്ക് അവിടെ പ്രശ്നമുണ്ടായപ്പോൾ തെറനോസിൻ്റെ പാഠശാല 2 വർഷത്തേക്കെടുത്ത് പരസ്യമായി ദൈവത്തിൻ്റെ വചനം താൻ ശുശ്രൂഷിച്ചു. അപ്പോൾ പരസ്യമായി താൻ ദൈവവചനം പറഞ്ഞു, രഹസ്യമായി വീട് തോറും താൻ പറഞ്ഞു എന്നും ദൈവത്തിൻ്റെ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. കഷ്ടതകളുടെ നടുവിൽ പരസ്യമായും വീട് തോറും താൻ ശുശ്രൂഷിച്ചു. ആ ശുശ്രൂഷയെ താൻ ഒരു വാക്കിൽ താൻ അത് പറയുന്നത്, പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ എന്തൊക്കെ അവർക്ക് ബെനിഫിഷ്യലായിരുന്നു ദൈവവചനത്തിൽ നിന്ന് താനത് അവർക്ക് പറഞ്ഞു കൊടുത്തു. പലരും പരസ്യമായി പല കാര്യങ്ങൾ പറയുമെങ്കിലും വീട് തോറുമുള്ള വിസിറ്റിങ്ങിലും കൂട്ടായ്മകളിലും പ്രയോജനമുള്ളതെല്ലാം പറയാത്ത ആളുകളുണ്ട്. അങ്ങനെ എത്രയോ കൂട്ടായ്മകൾ കേരളത്തിലും വിദേശത്തുമുണ്ട്. കൂട്ടായ്മകളാണ് എന്ന ധാരണയിൽ, ആത്മാവിൽ ആരാധിക്കുകയാണ് എന്ന ധാരണയിൽ ബുധനാഴ്ച പ്രാർത്ഥന, വ്യാഴാഴ്ച പ്രാർത്ഥന, വെള്ളിയാഴ്ച പ്രാർത്ഥന, ഇങ്ങനെയുള്ള പ്രാർത്ഥനകളിൽ പല ദൈവദാസന്മാരെ വിളിക്കുന്ന കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകളിൽ പലയിടത്ത് വരുമ്പോൾ പ്രയോജനമുള്ളത് പലരും മറച്ചു വെക്കും. കാരണം വ്യക്തിപരമായ ബെനിഫിറ്റാണ് അവർ നോക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ വാക്കുകൾ ഞാനിവിടെ വായിച്ച് നിങ്ങൾക്ക് കേൾപ്പിക്കുകയുണ്ടായി. താൻ ആരുടെയും വെള്ളിയോ പൊന്നോ വസ്ത്രമോ ആഗ്രഹിച്ചില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ പ്രയോജനമുള്ളത് മറച്ചു വെക്കാതെ ശുശ്രൂഷിക്കുവാൻ കഴിയുകയുള്ളൂ. ഇങ്ങനെയുള്ള കൂട്ടായ്മകളിൽ ഞാൻ പോയി ദൈവത്തിൻ്റെ നിത്യസത്യങ്ങൾ തുറന്ന് സംസാരിച്ചിട്ടുണ്ട്. എല്ലാ മാസവും നടക്കുന്ന കൂട്ടായ്മ, എല്ലാ ആഴ്ചയിലും നടക്കുന്ന കൂട്ടായ്മ, അവർക്കിഷ്ടമുള്ളത് മാത്രം പറയുന്ന, ഉപദേശ സത്യങ്ങൾ മറച്ചു വെക്കുന്ന 100 കണക്കിന് 1000 കൂട്ടായ്മകൾ നമ്മുടെ നാട്ടിലുമുണ്ട്, വിദേശ രാജ്യങ്ങളിലുമുണ്ട്. ഇതൊക്കെ ദൈവത്തെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള കൂട്ടായ്മകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പ്രവാചകന്മാർ വന്ന് ദൂതും പറയും, എല്ലാ കാര്യങ്ങളും നടക്കും. പക്ഷേ യഥാർത്ഥ ശുശ്രൂഷകരല്ല വരുന്നത്. പ്രയോജനമുള്ളത് മറച്ചു വെക്കുന്നവരോട് എനിക്ക് പറയാൻ നിയോഗമുള്ളത്, ഈ നശിച്ചു പോകുന്ന ആത്മാക്കളുടെ രക്തത്തിന് നിങ്ങൾ കണക്ക് പറയേണ്ടി വരും. എന്നാൽ ആത്മാവിൻ്റെ ഗൈഡൻസിൽ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ 3 വർഷത്തെ മിനിസ്ട്രി വിലയിരുത്തുന്നത് പോലെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ, സുവിശേഷകൻ, പ്രവാചകൻ, താങ്കൾക്ക് പറയാൻ കഴിയുമോ, പ്രയോജനമുള്ളതൊന്നും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. നിങ്ങൾ ശുശ്രൂഷിക്കുന്ന സഭയിൽ നിങ്ങൾ ജനത്തെ സന്തോഷിപ്പിക്കുവാനാണോ ദൈവത്തെ സന്തോഷിപ്പിക്കുവാനാണോ നിങ്ങൾ ശുശ്രൂഷിച്ചത്? ഗലാത്യ ലേഖനത്തിലെ വാക്യം എല്ലാവർക്കും അറിയാമെന്ന വാക്യമാണല്ലോ. എങ്കിലും ഒരിക്കൽ കൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. 1-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം, ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നു എങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. മനുഷ്യനെ പ്രസാദിപ്പിച്ച, പ്രസ്ഥാനങ്ങളെ പ്രസാദിപ്പിച്ചുകൊണ്ടുള്ള ശുശ്രൂഷ ക്രിസ്തുവിൻ്റെ ദാസന് ചേർന്നതല്ല. അങ്ങനെ ശുശ്രൂഷിക്കുന്നവർ യേശുക്രിസ്തുവിൻ്റെ ദാസൻ അല്ല. യേശുക്രിസ്തുവിനെ സേവിക്കുക, കർത്താവിനെ സേവിക്കുന്ന മിനിസ്ട്രിയിൽ താഴ്മയോടും കഷ്ടതകളുടെ നടുവിലും സേവിക്കുമ്പോൾ, പരസ്യമായും വീടുതോറും കയറി ശുശ്രൂഷിക്കുമ്പോൾ, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം തൻ്റെ കേൾവിക്കാരോട് ഒട്ടും മറച്ചു വെക്കാതെ അപ്പോസ്തലനായ പൗലോസ് പ്രസ്താവിച്ചിരുന്നു. ഇതാണ് താൻ മൂപ്പന്മാരെ വിളിച്ച് താൻ പറയുന്നത്. അവിടെ മറച്ചു വെക്കുന്നില്ല എന്നുള്ളതിന് വിത്ത്ഹോൾഡ് ചെയ്തില്ല, ഷ്രിങ്ക് ബാക്ക് ചെയ്തില്ല എന്നൊക്കെയുള്ള പ്രയോഗങ്ങളാണ്. 20-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യം ഒന്ന് ചേർത്ത് പഠിച്ചാൽ
ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറയ്ക്ക് വെക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ദ ഹോൾ കൗൺസിൽ ഓഫ് ഗോഡ്, ഒട്ടും മറച്ചു വെക്കാതെ. അതുതന്നെയാണ് നമ്മൾ 20-ാം വാക്യത്തിൽ പ്രയോജനമുള്ളതൊന്നും മറച്ചു വെക്കാതെ എന്ന പ്രസ്താവനയും ആ 20-ന്റെ 27 കാണുന്നത്. ഞാൻ ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഇങ്ങനെ ഒരു ശുശ്രൂഷയാണ് ലീഡർഷിപ്പിൽ ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാത്ത ശുശ്രൂഷകൾ മനുഷ്യനെ പ്രസാദിപ്പിക്കുന്ന ശുശ്രൂഷകളാണ്. അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് 20-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം. ഉപദേശിക്കുകയും ചെയ്തു എന്നും ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും യഹൂദന്മാർക്കും യവനന്മാർക്കും സാക്ഷീകരിച്ചു എന്നും നിങ്ങൾ അറിയുന്നുവല്ലോ. തൻ്റെ മെസ്സേജ് എന്തായിരുന്നു എന്ന് വളരെ ക്ലിയറാണ്. അപ്പോൾ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ താൻ തൻ്റെ 3 വർഷത്തെ ശുശ്രൂഷയെ റിവ്യൂ ചെയ്യുകയാണ്. താൻ എങ്ങനെ ശുശ്രൂഷിച്ചു, ഇൻ ഹ്യൂമിലിറ്റി ആൻഡ് ഇൻ സഫറിങ്. എവിടെ ശുശ്രൂഷിച്ചു, പരസ്യമായും വീടുതോറും. എങ്ങനെയാണ്, അഥവാ തൻ്റെ മനോഭാവം എന്തായിരുന്നു, ഒട്ടും മറച്ചു വെക്കാതെ ദൈവത്തിൻ്റെ വചനം താൻ പറഞ്ഞു. എന്താണ് താൻ പ്രസ്താവിച്ച ടോപ്പിക്കുകൾ? മാനസാന്തരവും ദൈവത്തിങ്കലേക്കുള്ള വിശ്വാസവും. അനേക ശുശ്രൂഷകന്മാർ മാനസാന്തരം പലയിടങ്ങളിലും പറയാതെ വണ്ണം അവരിയ്ക്കുന്ന അവസ്ഥകൾ ഇന്ന് നമ്മൾക്ക് കാണുവാൻ കഴിയും. ദൈവമയച്ച യഥാർത്ഥ പ്രവാചകനാണെങ്കിൽ ഹി വിൽ സ്പീക്ക് ഓൺ റിപ്പൻറ്റൻസ്. ജനം ഇന്ന് കേൾക്കേണ്ട ദൂത് മാനസാന്തരത്തിൻ്റെ ദൂതാണ്. അപ്പോസ്തലനായ പൗലോസ് അതാണ് പ്രസ്താവിച്ചത്. 20-ാം അധ്യായത്തിൻ്റെ 24, എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല, എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. നോക്കുക, ദൈവകൃപയുടെ സുവിശേഷം എന്ന് പൗലോസ് വിളിക്കുന്ന സുവിശേഷം മാനസാന്തരത്തിൻ്റെയും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിൻ്റെയും സുവിശേഷത്തെയാണ്. അതാണ് ദൈവകൃപയുടെ സുവിശേഷം. താൻ വാസ്തവത്തിൽ ഒരു മനുഷ്യനെയും സന്തോഷിപ്പിക്കാനല്ല ശ്രമിച്ചത്, നിത്യജീവനായി ആളുകളെ ഒരുക്കുന്ന ശുശ്രൂഷയായിരുന്നു. ഇത് താൻ മൂപ്പന്മാരോട് പറയുമ്പോൾ മൂപ്പന്മാർക്കിത് നല്ല മാതൃകയാണ്. അവരെങ്ങനെയാണ് ശുശ്രൂഷിക്കേണ്ടതെന്ന് അവർ 3 വർഷം തന്നെ ക്ലോസായി ഒബ്സർവ് ചെയ്തു. മാനസാന്തരം എന്ന ആ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള വിശ്വാസവും അത് യഹൂദന്മാർക്കും യവന്മാർക്കും സാക്ഷീകരിച്ചു. ദൈവത്തിങ്കലേക്കുള്ള മാനസാന്തരം മെറ്റാനോയിയ എന്നൊരു പ്രയോഗമാണ്. ടു ചേഞ്ച് വൺസ് മൈൻഡ് ആൻഡ് പർപ്പസ്. ഉദ്ദേശത്തെയും മനസ്സിനെയും ടോട്ടലായി മാറ്റുവാൻ എടുക്കുന്ന തീരുമാനമാണ് മാനസാന്തരം എന്ന വാക്കുകൊണ്ട് വേദപുസ്തകം അർത്ഥമാക്കുന്നത്. ബൈബിൾ നിങ്ങൾ പരിശോധിച്ചാൽ, പുതിയ നിയമം പരിശോധിച്ചാൽ, പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ജനം മാനസാന്തരപ്പെടണമെന്ന ദൈവത്തിൻ്റെ കൽപ്പന നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാനിതൊരു എപ്പിസോഡിൽ നിങ്ങൾ പറഞ്ഞതാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 17-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വളരെ ക്ലിയറായിട്ട് ആ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൽപ്പനയാണ് മാനസാന്തരം. ഇത് നേരത്തെ ഞാൻ പ്രസ്താവിച്ചതായതുകൊണ്ട് ഞാനിത് വളരെ വേഗത്തിൽ പോകാൻ താല്പര്യപ്പെടുകയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 3:8 യോഹന്നാൻ സ്നാപകൻ മാനസാന്തരത്തെക്കുറിച്ച് പ്രസ്താവിച്ചിരുന്നു. മത്തായി 4:17 ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടണമെന്ന് യേശു കർത്താവ് പ്രസംഗിച്ചു. ലൂക്കോസ് 5:32 കർത്താവ് തൻ്റെ ശുശ്രൂഷയെക്കുറിച്ച് പറയുന്നത്, ഞാൻ നീതിമാനെ തിരക്കിയല്ല വന്നത്, പാപികളെ തിരക്കി അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനായിട്ട് അത്രേ വന്നത് എന്നാണ്. അപ്പോസ്തല പ്രവൃത്തി 26:20 അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്,
മാനസാന്തരപ്പെടുന്നവർ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം അവർക്കുണ്ടായിരിക്കണം. ലൂക്കോസ് 24:47 പുതിയ നിയമസഭയോട് ഉയർത്തെഴുന്നേറ്റ കർത്താവ് പറയുന്നത് ലോകത്തെമ്പാടും പോയി യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള പാപമോചനവും മാനസാന്തരവും എല്ലായിടത്തും പ്രസംഗിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഇന്നും ഈ അപ്പോസ്തല പ്രവൃത്തികൾ പഠിക്കുമ്പോൾ പല എപ്പിസോഡിലും മാനസാന്തരത്തെക്കുറിച്ച് ഞാൻ ആ വിഷയം വരുമ്പോൾ എടുത്തു പറയുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നത്. ശുശ്രൂഷകർ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. 3 വർഷം എന്താണ് പഠിപ്പിച്ചത്? പ്രധാനപ്പെട്ട കാര്യം യഹൂദന്മാരോടും യവനന്മാരോടും സാക്ഷീകരിച്ചത് ദൈവത്തിങ്കിലേക്കുള്ള മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. 1 തെസ്സലോനിക്ക ലേഖനം 1-ാം അധ്യായം 8 മുതലുള്ള വാക്യം മാനസാന്തരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ ഞാൻ വായിക്കാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മെക്കദോനിയയിലും അഖായയിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്ക് ദൈവത്തിലുള്ള വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പറയുവാൻ ആവശ്യമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും ജീവനുള്ള സത്യദൈവത്തെ സേവിക്കുവാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുവാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കലേക്ക് എങ്ങനെ തിരിഞ്ഞു വന്നു എന്നും അവർ തന്നെ പറയുന്നു. അതാണ് പ്രോപ്പർ മാനസാന്തരം. ഉള്ള അവസ്ഥയിൽ നിന്ന് ടേണിംഗ് ടു ഗോഡ്, ദൈവത്തിങ്കലേക്ക് തിരിയുക, ദൈവത്തിലുള്ള വിശ്വാസം അർപ്പിച്ച് പഴയകാല അനുഭവങ്ങളെല്ലാം വിട്ട് ദൈവത്തിങ്കലേക്ക് തെസ്സലോനിക്കക്കാർ തിരിഞ്ഞു. അത് ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഞാൻ ഒന്ന് കൊണ്ടുവരാൻ താല്പര്യപ്പെട്ടു എന്ന് മാത്രം. അടുത്ത വാക്യത്തിലേക്ക്, 22-ാം വാക്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. 21 വരെയുള്ള വാക്യങ്ങൾ അതിൻ്റെ ഒരു സെക്ഷനാണ്. ആദ്യത്തെ ആ സെക്ഷൻ നമ്മൾ പൂർത്തീകരിച്ച ശേഷം രണ്ടാമത്തെ സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള വാക്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ താൻ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗം, ഇപ്പോൾ ഇതാ ഞാൻ ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടവനായി യെരുശലേമിലേക്ക് പോകുന്നു. അവിടെ ബൗണ്ട് ഇൻ ദ സ്പിരിറ്റ് എന്നുള്ളത്, ആത്മാവിനാൽ ബന്ധിക്കപ്പെട്ടു എന്നത് അതിൻ്റെ അർത്ഥം കമ്പൽഡ് ബൈ ദ സ്പിരിറ്റ്, ആത്മാവെന്നെ നിർബന്ധിച്ച് ഞാൻ യെരുശലേമിലേക്ക് പോകുന്നു. രണ്ടാമത്തെ സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ താൻ ഇപ്പോഴത്തെ തൻ്റെ അവസ്ഥയെ വിവരിക്കുന്നതാണ്. 18 മുതൽ 21 വരെയുള്ള തൻ്റെ പ്രഭാഷണത്തിലെ ആദ്യത്തെ സെക്ഷൻ തൻ്റെ 3 വർഷത്തെ ശുശ്രൂഷയെ വിലയിരുത്തിക്കൊണ്ട് എഫെസോസിൽ വന്ന മൂപ്പന്മാരോട് ആദ്യം അറിയിച്ചു. അതിൻ്റെ കാരണങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. രണ്ടാമത്തെ സെക്ഷൻ 22 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ തൻ്റെ ഇപ്പോഴത്തെ സ്ഥിതി താൻ ഒന്ന് വിവരിക്കുകയാണ്. അതിൽ താൻ യെരുശലേമിലേക്ക് പോകാനുള്ള കാരണം ആത്മാവ് തന്നെ നിർബന്ധിച്ചു എന്ന പ്രയോഗം. 23 ബന്ധനങ്ങളും കഷ്ടങ്ങളും എനിക്കായി കാത്തിരിക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പട്ടണം തോറും സാക്ഷ്യം പറയുന്നതല്ലാതെ അവിടെ എനിക്ക് നേരിടുവാനുള്ളതൊന്നും ഞാൻ അറിയുന്നില്ല. പരിശുദ്ധാത്മാവ് ഒരു പക്ഷെങ്കിൽ പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം തനിക്കവിടെ ക്ലേശമുണ്ട് എന്ന് പറയുന്നു. പക്ഷേ അതിൻ്റെ വിവരണത്തെക്കുറിച്ച്, അതെന്താണെന്നുള്ളതിനെക്കുറിച്ച് ഒരു ക്ലിയർ ഐഡിയ തനിക്കില്ല. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയിൽ യെരുശലേമിലേക്ക് താൻ പോകുവാൻ പരിശുദ്ധാത്മാവാണ് തന്നെ കമ്പൽ ചെയ്യുന്നത്. അപ്പോൾ തന്നെ പ്രവാചകന്മാരിലൂടെ ആയിരിക്കാം യെരുശലേമിൽ താൻ എന്താണ് പ്രതീക്ഷിക്കേണ്ടതെന്ന് തനിക്ക് ഒരു ഗൈഡൻസ് ലഭിക്കുന്നു. പക്ഷേ അതിൻ്റെ നടുവിൽ 24-ാം വാക്യം ശ്രദ്ധിക്കുക. എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒരു ദേശത്ത്, ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പരിശുദ്ധാത്മാവ് തന്നെ മുന്നറിയിപ്പ് തരുമ്പോൾ ആത്മാവ് തനിക്ക് നിയോഗം കൊടുക്കുന്നത് കൊണ്ട് താൻ യെരുശലേമിലേക്ക് പോവുകയാണ്. പ്രയാസമുള്ളിടം നേരത്തെ പരിശുദ്ധാത്മാവ് പറയുമ്പോൾ, കാണിക്കുമ്പോൾ അവിടം വിട്ട് ഒളിച്ചോടുവാനൊരു ശ്രമം കർത്താവിൻ്റെ ദാസൻ നടത്തുന്നില്ല.
ആത്മാവ് ചില കാര്യങ്ങൾ നമ്മളെ അറിയിക്കുന്നത് ചില ഇടങ്ങളിൽ നിന്ന് മാറിപ്പോകുവാനുമല്ല. തനിക്ക് വ്യക്തമായ ഗൈഡൻസ് യെരുശലേമിൽ പോകുവാനുണ്ട്. അതുകൊണ്ട് താൻ പറയുകയാണ്, താൻ തൻ്റെ ജീവനെ വിലയേറിയതായി താൻ എണ്ണുന്നില്ല. സമർപ്പണത്തോടെ പിന്നെയും പോകുവാൻ താൻ തീരുമാനമെടുക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 25-ാം വാക്യം, എന്നാൽ നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ട് നടന്നവനായി എൻ്റെ മുഖം നിങ്ങൾ ആരും ഇനിയും കാണുകയില്ല എന്ന് ഞാൻ അറിയുന്നു. യെരുശലേമിൽ താൻ പോയാൽ തിരിച്ച് ഇവരെ ഇനി കാണുവാൻ ഒക്കുമോ എന്ന് തനിക്ക് വ്യക്തമായി അറിയുന്നില്ല. അതുകൊണ്ട് നിങ്ങളിൽ ആരെങ്കിലും നശിച്ചു പോയാൽ ഞാൻ കുറ്റക്കാരനല്ല എന്ന് ഞാൻ ഇന്നേ ദിവസം നിങ്ങളോട് സാക്ഷ്യം പറയുന്നു. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ പ്രയോജനമുള്ളത് ഒന്നും മറച്ചു വെക്കാതെ അവർക്ക് തനിക്ക് കിട്ടിയ 3 വർഷം കൊണ്ട് ഇമ്പാർട്ട് ചെയ്തുകൊണ്ട് താൻ ഇനിയും കുറ്റക്കാരനല്ല. 27-ാം വാക്യം, ദൈവത്തിൻ്റെ ആലോചന ഒട്ടും മറച്ചു വയ്ക്കാതെ ഞാൻ മുഴുവനും അറിയിച്ചു തന്നിരിക്കുന്നുവല്ലോ. ഇത് നമുക്ക് വളരെ വലിയ ചലഞ്ചാണ്. 3 വർഷം കൊണ്ട്, ദൈവം അലോട്ട് ചെയ്ത 3 വർഷം കൊണ്ട് ദൈവത്തിൻ്റെ ഫുൾ കൗൺസിൽ അവർക്ക് താൻ കൈമാറി. അതുകൊണ്ട് താൻ പറയുന്നത്, ഇനി ഞാൻ കുറ്റക്കാരനല്ല. ഇംഗ്ലീഷൂടെ നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങളുടെ രക്തം സംബന്ധിച്ച് ഞാൻ കുറ്റക്കാരനല്ല എന്ന് പൗലോസ് പറയുകയാണ്. ആ 2ാമത്തെ വേദഭാഗം നമ്മൾ കുറച്ചുകൂടെ അടുത്ത ആഴ്ചയിൽ ചിന്തിച്ച 3ാമത്തെ സെക്ഷനിലേക്ക് നമുക്ക് പ്രവേശിക്കാം. നമ്മളിവിടെ ചിന്തിക്കുന്നത് മിലത്തോസിൽ പൗലോസ് ആയിരുന്നപ്പോൾ താൻ എഫെസോസിലുള്ള മൂപ്പന്മാരെ വിളിച്ച് അവർക്കൊരു ക്ലാസ് എടുക്കുകയാണ്. 1ാമത്തെ സെക്ഷനിൽ തൻ്റെ 3 വർഷത്തെ മിനിസ്ട്രി വിലയിരുത്തുന്നു. 2ാമത്തെ സെക്ഷനിൽ ഇപ്പോൾ യെരുശലേമിലേക്ക് പോകുവാനുള്ള ആ ആഗ്രഹം താൻ പ്രകടിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവോടെ വരാൻ പോകുന്ന കഷ്ടതയെക്കുറിച്ച് ഓർമ്മപ്പെടുത്തിയെങ്കിലും താൻ സമർപ്പണത്തോടെ യെരുശലേമിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു. 3ാമത്തെ സെക്ഷൻ വളരെ നമ്മൾ പഠിക്കേണ്ട വിഷയമാണ്. അവിടെ നമ്മൾ ചിന്തിക്കുവാൻ പോകുന്നത്, ഈ മൂപ്പന്മാർ ഈ തൻ്റെ സാക്ഷ്യമൊക്കെ കേട്ടു, അവരുടെ ഉത്തരവാദിത്വം എന്താണ് എന്ന കാര്യത്തെക്കുറിച്ചാണ്. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളേവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വാക്ക് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ നാമത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. കൃപയാൽ അവിടുത്തെ മഹത്വമുള്ള വേലയ്ക്കായി ഞങ്ങളെ വിളിച്ചുവല്ലോ. പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ശുശ്രൂഷിപ്പാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുറവുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. അങ്ങയുടെ ദാസന്മാർ ഞങ്ങൾക്ക് മുൻപ് വെച്ച എക്സാമ്പിൾ അനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വചനം പറയുന്നത് പോലെ ശുശ്രൂഷിക്കുവാൻ, ബോൾഡായി ശുശ്രൂഷിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. മനുഷ്യരെ പ്രസാദിപ്പിക്കാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങളിൽ പകരണമേ. മഹത്വം കർത്താവ് എടുക്കും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.